സംവിധായകരുടെ അല്ലെങ്കിൽ കഥാകൃത്തിന്റെ മനസ്സിലുള്ള മതവിദ്വേഷം വിളിച്ചോതുന്ന ഒരു ചിത്രം. ഈ JSK എന്ന് പറയുന്ന ചിത്രം മതവികാരത്തെ വ്രണപ്പെടുത്തും എന്ന് സെൻസർ ബോർഡ് ഒരു കാരണവുമില്ലാതെ കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ ആ സെൻസർ ബോർഡ് ഒരു കാരണവശാലും സർട്ടിഫൈ ചെയ്യാൻ പാടില്ലാത്ത ഒരു ചിത്രം. മരിച്ചവന്റെ അണ്ടർവെയറിനെ ആരാധിച്ച് കാണിക്കിട്ടാല് സന്താനലബ്ധി ഭയങ്കര കണ്ടുപിടുത്തമായി പോയപ്പോൾ ഹിന്ദു എന്ന് പറയുന്നത് ഒരു അസ്തിത്വവും ഇല്ലാത്തവനാണ്, പണത്തിന് വേണ്ടി എന്തിന്റെ പുറകെയും പോകും എന്ന് കാണിക്കുന്ന ഒരു ചിത്രം. അപ്പോ രജിത്ത്, ശ്രീജിത്ത് എന്നിവരുടെ സംവിധാനത്തില് ഇറങ്ങിയ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും ജിൻഡോ, ജിജോ എന്നീ കഥാപാത്രങ്ങളായി നമുക്ക് മുന്നിലേക്ക് എത്തിയ ചിത്രം അതാണ് അപൂർവ പുത്രന്മാർ. ചിത്രത്തിന്റെ ക്വാളിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ നെഗറ്റീവുകളെ കുറിച്ചും ഒക്കെ പറയുന്നതിന് മുൻപ് ആദ്യം തന്നെ പറയേണ്ടത് സംവിധായകരുടെ അല്ലെങ്കിൽ കഥാകൃത്തിന്റെ മനസ്സിലുള്ള മതവിദ്വേഷം വിളിച്ചോതുന്ന ഒരു ചിത്രം എന്ന് തന്നെയാണ്. കാരണം ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ടുള്ള പക്ക പ്രൊപ്പഗാൻഡ ചിത്രം തന്നെയാണ്. സത്യത്തില് ഒരു കാരണവുമില്ലാതെ JSK എന്ന് പറയുന്ന ചിത്രം മതവികാരത്തെ വ്രണപ്പെടുത്തും എന്ന് സെൻസർ ബോർഡ് കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ ആ സെൻസർ ബോർഡ് ഒരു കാരണവശാലും സർട്ടിഫൈ ചെയ്യാൻ പാടില്ലാത്തൊരു ചിത്രം. അങ്ങനെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം തുടങ്ങുന്നത് തന്നെ ഒരു ഫൈറ്റ് സീനോട് കൂടിയിട്ടാണ്. ഒരു ക്ലബിന്റെ വാർഷികാഘോഷം നടക്കുമ്പോൾ പരിപാടിക്കിടയിലേക്ക് കയറി വരുന്ന ഒരു സാമൂഹ്യ വിരുദ്ധൻ സ്ത്രീകളെ കയറി പിടിക്കുന്നതും ഒരു വൃദ്ധനെ ചവിട്ടി വീഴ്ത്തുന്നതും സ്ത്രീകൾക്കിടയിൽ നിന്നുകൊണ്ട് ഇടുക്കി ഗോൾഡ് വലിക്കുന്നതും ആണ് ഫൈറ്റിനുള്ള കാരണം എന്ന് പറയുന്നത്. ഈ സാമൂഹ്യ വിരുദ്ധന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ചരട് എന്ന് പറയുന്നത് കാവിച്ചരടാണ്. അത് കൃത്യമായിട്ട് ക്യാമറയിൽ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുമുണ്ട്. വെറും വസ്ത്രാലങ്കാരത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണോ അല്ലെങ്കിൽ കോസ്റ്റ്യൂമിന്റെ ഭാഗമായിട്ട് മാത്രമാണോ ആ ചരട് സംവിധായകര് കയ്യിൽ വെച്ച് കൊടുത്തത്? ഒരു ചോദ്യചിഹ്നമാണ്. അടുത്തത് 2 നായികമാരാണ് ചിത്രത്തിലുള്ളത്. ഈ ഹൈന്ദവ വിശ്വാസികളായ നായികമാരുടെ പുറകെ നടക്കുന്ന 2 ക്രിസ്ത്യാനികളായ നായകന്മാര്. പണമില്ല എന്നുള്ള കാരണത്താൽ നായികമാരും നായികമാരുടെ വീട്ടുകാരും പ്രേമത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ധാരാളം സീനുകൾ. അവസാനം നേരായ മാർഗത്തിൽ അല്ലെങ്കിൽ പോലും പണം ഉണ്ടാക്കുന്ന നായകന്മാരെ കണ്ട് പണം മാത്രം കണ്ടുകൊണ്ട് പുറകെ കൂടുന്ന നായികമാരും അവരുടെ കുടുംബവും. ഒപ്പം ചിത്രത്തിൽ ആദ്യം കാണിക്കുന്ന ആ സാമൂഹ്യ വിരുദ്ധൻ കൊന്തയിട്ടുകൊണ്ട് നായകന്മാരുടെ അടുക്കിലേക്ക് വരുന്ന സീനും എന്തിനായിരുന്നു? പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതോ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ മാത്രം കലാകാരന്റെ ഭാവനാ സൃഷ്ടി, മറ്റു ചില സന്ദർഭങ്ങളിൽ മതവികാരത്തെ വ്രണപ്പെടുത്തൽ, അതെങ്ങനെയാ ശരിയാവുന്നത്? പക്ഷേ ഇതാണ് ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും. പിന്നെയും ഉണ്ടട്ടോ ഒത്തിരി കാര്യങ്ങൾ. പള്ളിക്ക് വരുമാനമില്ലെങ്കിൽ പള്ളിയിലച്ഛന് സ്ഥലം മാറ്റം കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്ന പിതാവ് വീട്ടുകാരുടെ നേർച്ച കാരണം മാത്രമാണ് ഒരു വികാരിയായിട്ട് മാറിയത്, അല്ലാതെ താല്പര്യം കൊണ്ടല്ല. മാത്രമല്ല വേറെ ഒരു പണിയും ചെയ്യാൻ അറിയില്ല, വിയർപ്പിന്റെ അസുഖമുണ്ട് എന്ന് പറയുന്ന പള്ളിയിലച്ഛൻ. മരിച്ചുപോയ ഒരാൾ ഷേവ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ബ്ലേഡ് മുടി തഴച്ചു വളരാൻ ആരാധനാ വസ്തുവാക്കി വെക്കുന്നത്, അതേ വ്യക്തിയുടെ അണ്ടർവെയർ സന്താനലബ്ധിക്ക് വേണ്ടി ആരാധനാ വസ്തുവാക്കി മാറ്റുന്നത്, അതേ വ്യക്തിയുടെ വാച്ച് സമയദോഷം മാറാൻ ആരാധനാ വസ്തുവാക്കി മാറ്റുന്നത്, അതേ വ്യക്തി മദ്യപിച്ച് ഉപേക്ഷിച്ച കാലിക്കുപ്പി മദ്യപാനം മാറാൻ ആരാധനാ വസ്തുവാക്കി മാറ്റുന്നത്. അങ്ങനെ ഒരു മതത്തെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാമോ അതെല്ലാം ചെയ്തിരിക്കുന്ന ഒരു ചിത്രം. ഒപ്പം ഹിന്ദു എന്ന് പറയുന്നത് ഒരു അസ്തിത്വവും ഇല്ലാത്തവനാണ്, സ്വന്തം മതവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അസ്തിത്വവും ഉപേക്ഷിച്ചുകൊണ്ട് പണത്തിന് വേണ്ടി എന്തിന്റെ പുറകെയും പോകും എന്ന് കാണിക്കുന്ന ഒരു ചിത്രം. അതാണ് അപൂർവ പുത്രന്മാർ എന്ന് പറയുന്ന നമ്മുടെ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത ചിത്രം. ഇനി ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പള്ളിക്കുന്ന് എന്ന് പറയുന്ന ഒരു ചെറിയ മലയോര ഗ്രാമത്തിൽ നടക്കുന്ന കഥ. പക്ഷെ ആ മലയോര ഗ്രാമത്തിന്റെ ദൃശ്യഭംഗി ഒന്നും ആസ്വദിക്കാൻ തക്ക വിഷ്വൽസ് ഒന്നും ഇല്ലാത്ത ഒരു ചിത്രം. പാട്ടുകളും അത്രയ്ക്ക് ഗംഭീരം എന്നൊന്നും പറയാനില്ല. ഇനി വിഷ്ണു ഉണ്ണികൃഷ്ണനെയും ബിബിൻ ജോർജിനെയും ലാലു അലക്സിനെയും ഒക്കെ കണ്ടിട്ട് തമാശപ്പടമാണ് എന്ന് വിചാരിച്ച് പോകാം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ആദ്യ പകുതിയിൽ സ്വസ്ഥമായിട്ട് ഇരുന്നുറങ്ങാം. ആദ്യ പകുതിക്ക് ശേഷം ഒരു പ്രധാന കഥാപാത്രത്തിന്റെ മരണത്തിന് ശേഷം മതത്തെ അധിക്ഷേപിക്കുന്നത് സഹിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത്യാവശ്യം ഇരുന്ന് ചിരിക്കാൻ സാധിക്കുന്ന യാതൊരു പ്രത്യേക സന്ദേശങ്ങളും നൽകാത്ത ഒരു ബിലോ ആവറേജ് മൂവി അതാണ് അപൂർവ പുത്രന്മാർ എന്ന് പറയുന്നത്. മരിച്ചവന്റെ അണ്ടർവെയറിനെ ആരാധിച്ച് കാണിക്കിട്ടാൽ സന്താനലബ്ധി ഭയങ്കര കണ്ടുപിടുത്തമായി പോയി. കോമഡിക്ക് ദാരിദ്ര്യമാണെങ്കിൽ ഈ പണിക്ക് പോവരുത്, അത്രേ പറയാനുള്ളൂ. അല്ല പിന്നെ